തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇപ്പം നിലവിലുള്ള പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളടക്കം മുൻ പഞ്ചായത്ത് മെമ്പർമാരടക്കം ഒട്ടനവധി പേര് പാർട്ടിയിൽ നിന്നും രാജിവെക്കാനായിട്ട് തീരുമാനമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ തീർച്ചയായിട്ടും കൂട്ടരാജി തന്നെ പ്രതീക്ഷിക്കാം. കാരണം അവർക്ക് ഒരു പരസ്പരമായിട്ടുള്ളൊരു മീറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചർച്ചകൾക്കോ അവർക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ കൂട്ടമായിട്ടാണ് അവർ വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഉണ്ട്. അവരും വരും ദിവസങ്ങളിൽ വരും. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു ലയനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു നിലപാട് പാർട്ടിയുടെ പ്രസിഡന്റ് എടുത്തപ്പോൾ അതിൽ പ്രവർത്തിക്കാനായിട്ട് താല്പര്യമില്ല, തുടർന്ന് ഇനി പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ ഒട്ടനവധി പേര് നമ്മളെ വിളിച്ചെന്നല്ല അറിയിക്കുകയുണ്ടായി. അതെ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പറയുന്നത് തന്നെ ഇതിപ്പോൾ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടാണ് ഇപ്പോൾ 2020 അവർ കാണുന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ലോയൽറ്റി കാർഡ് എന്നുള്ള ഒരു കാർഡിന് വേണ്ടിയിട്ടൊരു സർവേ നടക്കുകയുണ്ടായിരുന്നു. ഈ സർവേയിൽ നമ്മുടെ ജാതി മതം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു കോളുണ്ടായി. പക്ഷെ അതിലൊന്നും ഞങ്ങൾക്ക് അത്ര അത്രയായിട്ട് ചിന്തിച്ചില്ല ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന്. ഇപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. ഇതൊരു റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഭാഗമായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി തന്ന ഒരു കോളമാണ്. ഇത്രയും ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോളം ഉണ്ടാക്കിയത്. അതല്ലെങ്കിൽ പിന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നതിന് ജാതി മതം മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. യെസ്, ലോയൽറ്റി കാർഡ് കൊടുക്കുന്നത് ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷയുടെ ഒപ്പം തന്നെ മറ്റുള്ള ആനുകൂല്യങ്ങൾ കിട്ടും എന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ, ജ്വല്ലറി, മെഡിക്കൽ ഷോപ്പ്, ഇതുപോലുള്ള പാലിന് സബ്സിഡി, ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ രീതിയിലും നമ്മൾക്ക് സബ്സിഡി ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു കാർഡാണ് എന്നുള്ള രീതിയിലാണ് ജനങ്ങളെ സമീപിച്ചത്. അങ്ങനെ ഒരു സർവേയാണ് നടത്തിയത്. സർവേയുടെ ഭാഗമാവാൻ ഞങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സർവേയുടെ പേപ്പറിലാണ് ഇതുപോലെ ജാതി മതമൊക്കെ മെൻഷൻ ചെയ്തിട്ട് അവരങ്ങനെ ഒരു കോളം റെഡിയാക്കി വെച്ചത്. ഒന്നുമില്ല, ഇതിപ്പോൾ TV-യിൽ ന്യൂസ് വരുമ്പോഴാണ് ഞങ്ങൾ പറയണത്. ഞങ്ങളെപ്പോലുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റ് പാർലമെൻ്ററി ബോർഡ് മെമ്പേഴ്സിനോടൊന്നും അവർക്കൊന്നും അറിയില്ല ഇങ്ങനൊരു സംവിധാനം നടക്കുന്നതും ഇങ്ങനൊരു കൂടിച്ചേരലിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ അവർക്കറിയില്ല. അങ്ങനെയായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഇന്ന് കണ്ടത് അവർ കുറച്ച് പേര് മാത്രം തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ മറ്റുള്ളവരാരും സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആവാൻ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർഡ് കമ്മിറ്റികളായിക്കോട്ടെ, വാർഡ് പ്രസിഡന്റുമാരായിക്കോട്ടെ, ഈവൻ ജനപ്രതിനിധികളായിക്കോട്ടെ, ഇവർക്ക് ആർക്കും ഒരു അറിവില്ല. ലക്ഷ്യം ഇവര് ആദ്യകാലങ്ങളിൽ എവിടെയും നമ്മളിപ്പോൾ പൊളിറ്റിക്കൽ സ്പീച്ച് നടത്തുമ്പോൾ തന്നെ പറയുന്നത് 2020 ഇടതിലേക്കില്ല വലതിലേക്കില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ലയിക്കണം എന്ന് തോന്നിയാൽ അന്ന് 2020 പിരിച്ചുവിടും എന്നുള്ളൊരു പ്രസ്താവനയാണ് പാർട്ടി പ്രസിഡന്റ് കൈക്കൊണ്ടത്. പക്ഷെ ആ നിലപാടിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നിലപാടാണ് ഇന്നലെ നമ്മൾ ന്യൂസിലെല്ലാം കണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ BJP-യിലേക്ക് ലയിക്കുക, അതായത് ഇവിടുന്ന് ഒരു BJP-ക്ക് റിക്രൂട്ടിംഗ് ഏജൻസി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനു മുമ്പ് നമ്മുടെ ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞു എങ്കിൽ പോലും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾക്കത് വ്യക്തത വന്നത്. ഇതിനു മുമ്പ് പറഞ്ഞ ആളുകൾ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.